ഹായ് ഗായ്സ്. അപ്പോൾ ഇനി ഒരു മാസം നോമ്പൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നലെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ടാണ് ഭക്ഷണം കഴിക്കാൻ. അസ്ലു നിർബന്ധിച്ചിട്ടാണ് പോയത്. അസ്ലുവിൻ്റെ ചിലവാണ് കേട്ടോ. പിന്നെ ഇത് എവിടെ സ്ഥലം എന്ന് മനസ്സിലായോ? നമ്മളുടെ എടപ്പാൾ കുറ്റിപ്പുറം റോട്ടിലാണ്, TNTയിലാണ് വന്നിട്ടുള്ളത്. എപ്പോഴും ഇതുവഴി പോകുമ്പോൾ കാണാറുണ്ട് കേട്ടോ. 1000 കോഴികളൊക്കെ ഇങ്ങനെ നിർത്തി വെച്ചിട്ടുള്ളത്. നല്ല രസമാണ് കാഴ്ച കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ടേസ്റ്റ് ഒന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വന്നതാണ്. അസ്ലു പിന്നെ മുൻപൊക്കെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഭയങ്കര തിരക്കാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഇവിടെ ഹോസ്പിറ്റലിൽ വന്ന പോലെയാണ്. ഇരിക്കാൻ സ്പേസും ഇല്ല. പിന്നെ അതുപോലെ തന്നെ ടേബിളാണെങ്കിലും തീരെ സ്പേസ് ഇല്ല കേട്ടോ. നമുക്കൊരു ഫ്രീ അറ്റ്മോസ്ഫിയർ ഒന്നുമില്ല. ഒരു ക്രൗഡഡ് ഏരിയ എന്ന് പറയാം, അത്ര മാത്രമാണ് കേട്ടോ. നമുക്ക് ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് സാധനം വരുന്നത്. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട്. കുട്ടികളുടെ ക്ഷമ നശിച്ചു എന്ന് പറയാം. ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, നമ്മളുടെ പ്ലേറ്റ് വന്നപ്പോൾ എല്ലാ ചട്നികളും ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിരുന്നു. കാരണം ഇവരിത് കൊണ്ടുവരുന്നില്ല. എത്രത്തോളം എന്ന് വെച്ചിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുക അല്ലേ. മക്കളൊക്കെ ഉറങ്ങിയിട്ട് വയ്യാതായി. എന്നിട്ട് പറയാം പോവാന്ന് പറയാം. ഞാൻ ഇത്രയും തിരക്കുള്ള സ്ഥലത്ത് ആദ്യമായിട്ട് വരുന്നത് കൊണ്ടാവും എൻ്റെ എക്സ്പീരിയൻസ് ഇങ്ങനെയാണ്. അപ്പോൾ ഇതാ അച്ചുവും അയറയൊക്കെ ടയേർഡായിട്ട് അയിമൽ വന്നിട്ടില്ല, അയിമൽ വരണില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിതാ മയോണീസും പുതിന ചട്നിയും ബീട്രൂട്ടിൻ്റെ ആ ചമ്മന്തിയൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പറയാതിരിക്കാൻ വയ്യ, മയോണീസിന് ഭയങ്കര മധുരം. ഇത്രയും മധുരമുള്ളതൊന്നും കഴിക്കാൻ പറ്റില്ല. പിന്നെ പുതിനയുടെ ചട്നി, ആ ചമ്മന്തി സൂപ്പറാണ് കേട്ടോ. ബീട്രൂട്ട് അത്ര പോരാ, കുഴപ്പമില്ല. പിന്നെ ഇതാ നമ്മളുടെ സാധനം വന്നിട്ടുണ്ട്. ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഷവായയും പിന്നെ ഹാഫ് മന്തി റൈസും ആണ് കേട്ടോ. അതിൽ ഷവായ എല്ലാവർക്കും ഓരോ പീസ് എടുത്തു. നല്ല ജ്യൂസിയാണ്, ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പക്ഷേ കുബൂസ് പോരാ. കുബൂസ് ബ്രെഡ് പോലെയാണ് കേട്ടുള്ളത്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്, എൻ്റെ മാത്രമല്ല, ഇവിടെ ഞങ്ങളെല്ലാവർക്കും അതുപോലെയാണ് ടേസ്റ്റ് ആയിട്ടുള്ളത്. കാരണം ഒരു ബ്രെഡ് കഴിക്കുന്ന പോലെ ഉണ്ട് കുബൂസ്. പിന്നെ അതുപോലെ മന്തി റൈസ് ഓക്കെ എന്ന് പറയാട്ടെ. നെഹദീത്തെ മന്തി റൈസിൻ്റെ അത്ര ഒന്നും പോരാ, എന്നാലും കുഴപ്പമില്ല. ഷവായ സൂപ്പറാണ്. പിന്നെ ഇതാ ഇവരുടെ വെള്ളത്തിലൊക്കെ നമ്മളുടെ പുതിനയിലേയും ലെമണും ഒക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഫ്ലേവറൊന്നും ഇറങ്ങാനുള്ള സമയമൊന്നുമില്ല. ഇവർ നമ്മൾ വെള്ളം വാങ്ങിച്ച് കുടിച്ച് അപ്പം തന്നെ വെള്ളം മാറ്റി വെക്കുന്നത് കൊണ്ട് അധികം സമയം എടുക്കാത്തതുകൊണ്ട് സാധാ നോർമൽ വെള്ളം പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഈ മാങ്ങയുടെ ഈ സാലഡ്, അതും മധുരമാണ്. തേൻ തുള്ളി പോലെ, തേന് കഴിക്കുന്ന അതേപോലെയാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് ഒരു വേറെ ടേസ്റ്റ് ഒന്നും തോന്നുന്നില്ല കേട്ടോ. ഫുൾ മധുരമാണ്. എന്താണ് ഇവരുടെ, ഇതായിരിക്കാം മേ ബി ഇവരുടെ ഹൈലൈറ്റ് കേട്ടോ. പിന്നെ അവിടെ നമ്മൾ പുറത്തുനിന്നൊരു ഗ്രീൻ ടീ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് അതങ്ങനെ വെച്ചിട്ടുള്ളത്. കാരണം അങ്ങനെ കുടിക്കാറില്ല. സുലുവാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞ് ഞങ്ങൾക്ക് ഹാഫ് മന്തി റൈസ് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. കാരണം എല്ലാവരും മന്തി റൈസാണ് എല്ലാവരും സെലക്ട് ചെയ്തത്. കുബൂസ് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുബൂസ് ആർക്കും വേണ്ടാന്ന് പറഞ്ഞിട്ട് മന്തി റൈസ് പിന്നെയും വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ എൻ്റേത് കഴിഞ്ഞു. ഞാൻ മന്തി റൈസ് മാത്രമാണ് കഴിച്ചത്, കുബൂസ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതാ എല്ലാവരും കഴിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെയും വെള്ളം വാങ്ങിക്കുന്നുണ്ട്. എരിവ് എന്ന് പറയാനില്ല, കാരണം നല്ലൊരു മധുരമുണ്ട്. പക്ഷേ വെള്ളം ഇങ്ങനെ കുടിക്കുന്നുണ്ട്. അമൽഷാനെ ഫുള്ള് ഫോക്കസ് ചെയ്യുന്ന മയോണീസിൽ മാത്രമാണ് കേട്ടോ. എന്നിട്ട് മാമിയെ ഞാൻ എടുക്കട്ടെ എന്ന് ചോദിക്കും. ഓരോ തവണ എടുക്കുമ്പോഴും മാമിയെ ഞാൻ കുറച്ച് എടുക്കട്ടെ എന്ന് ചോദിക്കും. അച്ചു അപ്പോഴത്തേനും കഴിച്ച് കഴിഞ്ഞ്. അച്ചുവിന് പല്ല് വേദന, പല്ലിൽ കുത്തൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചിക്കൻ, അവൾക്ക് കിട്ടിയിട്ടുള്ള ചിക്കൻ പീസും ആരുള്ള അങ്ങനത്തെ ആയിരുന്നു. അതുകൊണ്ട് അവൾക്കത് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവൾ നിർത്തിയിട്ട് പോന്നു. പിന്നെ കുബൂസ് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ ആൾക്ക്. ഞങ്ങളങ്ങനെ കുറച്ച് നേരം ഇരുന്ന് ഭക്ഷണം കഴിച്ച് പിന്നെ അടുത്ത ആൾ വെയിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇറങ്ങി. ആളുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കയറാൻ വേണ്ടി. ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് അധികം തിരക്കൊന്നുമില്ല കേട്ടോ. ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട്. അപ്പോൾ പക്ഷേ വണ്ടികളുടെ എണ്ണം എടുക്കുകയാണ്. ഞാൻ വിചാരിച്ചു ഒന്ന് പോയിട്ട് ആ ഷവായകളൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. ഇതാണ് TNT. ഇതിലൊരു ഈവനിങ് സമയത്ത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ.
ഇവിടുന്ന് ഇങ്ങനെ ഒരു താഴ്ന്ന ഭാഗത്തോട്ട് നമ്മളുടെ എടപ്പാളിൽ നിന്ന് ഒരു താഴ്ചയ്ക്ക് ഇറങ്ങി വരുന്ന സമയത്താണല്ലോ ഈ TNT ഉള്ളത്. അപ്പോൾ പുതിയ ഷോപ്പായതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ അസ്ലു പറഞ്ഞത് ആദ്യമൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു, ഇപ്പോൾ തിരക്ക് കൂടിയതുകൊണ്ട് അവരുടെ ഭക്ഷണത്തിന് ടേസ്റ്റ് കുറഞ്ഞിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. കുഴപ്പമില്ല. നമുക്ക് ഏകദേശം ഒരു 1500 സംതിങ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ബില്ല് വന്നത്. പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് 7 പേരും പിന്നെ കുട്ടികളുമാണ്. പിന്നെ ഉപ്പാക്ക് പാഴ്സലും വാങ്ങിയിട്ട് വീട്ടിൽ വന്നു. അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താ, കമൻറ്റുകളൊക്കെ ഇട്ടോട്ടെ. നിങ്ങളും ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതും കമൻറ്റ് ഇടാം. ഒരിക്കലും അതിനെ മോശമാക്കി പറഞ്ഞതല്ല, പക്ഷെ എനിക്ക് ഫീൽ ചെയ്തത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഓക്കെ എന്ന് മാത്രം പറയാം. അല്ലാതെ ഒരുപാട് പറഞ്ഞ ഹൈപ്പിൽക്കൊന്നുമില്ല. അത്രയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റ് ചെയ്യാം, നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന്.